എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ എല്ലാവരും ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. ഒരു ട്രാൻസ്പ്ലാന്റേഷന് ചെന്ന ഒരാൾക്ക് ഉണ്ടായ ഒരു ദുരനുഭവം, ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ക്ലിനിക്കിൽ നടന്ന സംഭവം. അത് വളരെ സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിനുശേഷം കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതിരുന്നതാണ്, അത് ഒഴിവാക്കി ഞങ്ങൾ സ്റ്റെം സെൽസിന് വരികയാണെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾ പോലും അറിയാതെ ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നുണ്ട്. ഡെയിലി നടക്കുന്നൊരു പ്രോസസ്സാണല്ലോ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ ഏതൊരു മെഡിക്കൽ പ്രോസസ്സിനും ചില സമയം കഷ്ടകാലം, ഡോക്ടർ കഷ്ടകാലത്തിനോ അല്ലെങ്കിൽ അയാൾ എന്താണോ അറിയുക, അയാൾ മോശം സമയം കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് നെക്രോട്ടൈസിങ് ഫേഷ്യാറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണ് വന്നത് അവർക്ക്. അത് യൂഷ്വലി അങ്ങനെ എല്ലാവർക്കും ഒന്നും വരാത്തൊരു ഇതാണ്. അത് വളരെ റെയറായിട്ടാണ് കാണാറ്. പക്ഷേ എന്തോ കഷ്ടകാലം കൊണ്ട് അവർക്കത് വന്നു. അപ്പോൾ എല്ലാവരും അത് കരുതി നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ മൊത്തത്തിൽ ഒഴിവാക്കി സ്റ്റെം സെൽസിൽ എടുക്കുക, അങ്ങനത്തെ ഒരു മൈൻഡിലോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ അറിയുന്ന ഇഷ്ടംപോലെ ആളുകൾക്ക് ഡെയിലി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. അങ്ങനത്തെ കേസുകൾ ഇഷ്ടംപോലെ നല്ല നല്ല ക്ലിനിക്കിൽ നടക്കുന്നുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ക്യാഷിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഏരിയ ഒക്കെയാണ് ഫില്ലാക്കാൻ ഉള്ളത് എങ്കിൽ, അല്ലെങ്കിൽ മെയിനായിട്ട് ക്രൗൺ ഏരിയ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്റ്റെം സെൽസിന് വരാം. കാരണം സേഫാണ്. അതുമാത്രമല്ല അത് ആക്ടിവേഷനാണ്, ഒരു നോൺ ഇൻവേസീവ് പ്രോസസ്സാണ്. അപ്പോൾ അതല്ലാതെ നിങ്ങളിപ്പോൾ ഒരു ന്യൂസ് കണ്ടിട്ട് എല്ലാവരും കൂടി എന്നെ വിളിച്ച് എനിക്ക് വിളിയായിരുന്നു. ഞാൻ എന്നിട്ട് ഫോൺ സൈലൻ്റായിട്ടാണ് വെച്ചത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പറഞ്ഞിട്ട് ബുക്ക് ചെയ്യണം സ്റ്റെം സെൽസിന്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഈ ഒരു ധാരണ മനസ്സിലാക്കാനാണ്. അതായത് ഇഷ്ടംപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിലും എനിക്ക് കിട്ടിയ അറിവിലും എനിക്ക് മനസ്സിലായിടത്തോളം ലാ ഡെൻസിറ്റി എന്ന് പറയുന്ന സ്ഥാപനം അത്യാവശ്യം വളരെ നല്ല ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ അവിടെ പോവുക, അങ്ങനെ കുറച്ച് പൈസ ആയാലും നിങ്ങൾ അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ പോവുമായിരിക്കും നല്ലത്. ഏത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അതല്ല നിങ്ങൾക്ക് സ്റ്റെം സെൽസ് ആണ് ചെയ്യണമെങ്കിൽ നമ്മളടുത്തേക്ക് വരാം. നമ്മൾ അത്രയും നോംസും ഫോളോ ചെയ്യുന്ന ആളുകളാണ്. പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ഞാൻ പറയാൻ വന്നത്, ഈ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഡോക്ടർ അത് വ്യാജനാണോ അതോ അത് യഥാർത്ഥത്തിൽ ഡോക്ടറാണോ എന്നറിയണം. അതായത് നമ്മൾക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ബയോപ്സി പോലെ, പഞ്ച് ബയോപ്സി പോലെ അത്രയും ഡീപ്പായിട്ടൊക്കെ കുത്താറുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ഗ്രാഫ്റ്റ് എടുക്കുമ്പോഴൊക്കെ ഈ അവിടെ ഇവിടെയുള്ള തലേൻ്റെ സെക്ഷൻസ് അറിയാത്ത ആളുകൾ, അതായത് നമ്മൾക്കിപ്പോൾ ഒരു പേഷ്യൻ്റ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് ചെയ്യാനുണ്ടാക്കുക, ആ പേഷ്യൻ്റ് അത്രയും വിശ്വസിച്ചിട്ടായിരിക്കും വന്ന് ചെയ്യേണ്ടാവുക. അതായത് ഡോക്ടറെ അടുത്ത് നിന്ന് കയ്യബദ്ധം പറ്റില്ല എന്ന്. പക്ഷേ ഡോക്ടർക്ക് ഈ തലയിൽ എവിടേക്കാണ്, ഏതൊക്കെ ഫേഷ്യൽ നെർവ്, ഫേഷ്യൽ ആർട്ടറി, ഫേഷ്യൽ ഇതൊക്കെ എവിടെയാണ് എന്ന് അറിയില്ലെങ്കിൽ അയാൾ കിടന്ന് അങ്ങ് കുത്തി വിടുകയാണെങ്കിൽ അയാൾക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ വാലിഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിനും എല്ലാ ഡിസ്ട്രിക്റ്റ് അല്ല സ്റ്റേറ്റിനും ഒരു മെഡിക്കൽ കൗൺസിലുണ്ട്. നമ്മളിവിടെ അതിന് കുറച്ച് കാലം മുന്നേ വരെ പറഞ്ഞിരുന്നത് TCMC എന്നാണ്. ഇവിടെ ഇപ്പോൾ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാക്കി മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം തൊട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ട്രാൻസ്പ്ലാന്റേഷൻ പോലത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന അധികം ഔട്ട്സൈഡ് കേരളയിൽ നിന്ന് വരുന്ന ഡോക്ടേഴ്സാണ് കൂടുതലും. അപ്പോൾ നിങ്ങൾക്ക് അവരെ രജിസ്റ്റർ നമ്പർ ചിലപ്പോൾ നിങ്ങൾ TCMCയിലും SCMCയിലും നോക്കിക്കഴിഞ്ഞാൽ കിട്ടാറുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റിലയബിൾ സോഴ്സ് നിങ്ങൾക്ക് ഒരു ഡോക്ടർ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങളുടെ NMC പോർട്ടലാണ്. NMC പോർട്ടൽ എന്താണ്, ആ NMC പോർട്ടൽ എങ്ങനെയാണ് എടുക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അത് നോക്കി അയാൾ കറക്റ്റ് ഒരു ഡോക്ടറാണ്, അയാൾ MBBS അറ്റ്ലീസ്റ്റ് ഒരു മിനിമം അതിൽ MBBSൻ്റെ മാത്രമേ കാണുള്ളൂ. PGൻ്റെ വേറൊരു ഇതാണ്. അങ്ങനത്തെ NMC ഇതിൽ PGൻ്റെ കയറ്റൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് PG കിട്ടിയ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഇത് അപ്ഡേറ്റ് ആവണേ ഉള്ളൂ. ഇനിയും ഒരു MBBS ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് NMC പോർട്ടലായിരിക്കും. NMC പോർട്ടലിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടുക വെച്ചാൽ, ഡോക്ടർ രജിസ്റ്റർ നമ്പർ അറിയണം. ഒന്നാമത്തെ കാര്യം, NMC രജിസ്റ്ററിൽ നമ്മളെ പേരുണ്ടെങ്കിൽ അതിനർത്ഥം പാസ്സാണെന്നാണ്. പാസ്സല്ലാത്ത ഒരാൾക്കും അതിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യാമെന്ന്. ഓക്കെ, വെയിറ്റ്. ഫസ്റ്റ് നമ്മൾ NMCൻ്റെ വെബ്സൈറ്റ് കയറുക. അതിൽ ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ ഉണ്ടാവും. ഇങ്ങനെയാണ് ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ ഉണ്ടാവുക. ഈ ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്ററിൽ നിങ്ങൾക്ക് അടിയിലോട്ട് പോകുമ്പോൾ നെയിം, ഇയർ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട്, ഒന്നെങ്കിൽ പേര് വെച്ചിട്ടോ രജിസ്റ്റർ നമ്പർ വെച്ചിട്ടോ നമുക്ക് സെർച്ച് ചെയ്യാം.
അപ്പം അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡോക്ടറെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ വ്യാജനാണോ എന്നും കൂടി നോക്കിയിട്ട് വേണം എല്ലായിടത്തേക്കും പോകാൻ എന്ന് വീണ്ടും വീണ്ടും പറയണു. കാരണം എന്താ വെച്ചാൽ ഈ ഫീൽഡ് അങ്ങനെയാണ്, ഇഷ്ടംപോലെ വ്യാജന്മാരുണ്ട്. അത് നമ്മുടെ IMA അതിന് മാക്സിമം നടപടികൾ എടുക്കുന്നുണ്ട്. പക്ഷേ ആയി വരുന്നേ ഉള്ളൂ. മീൻസ് നമ്മൾ പോലും അറിയാതെ അവിടെ പോലെ ഇങ്ങനെ പൊന്തി വരികയാണ് ക്ലിനിക്കുകൾ ഇഷ്ടം പോലെ. അപ്പോൾ അതിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ആളെ എന്താണ് ഡിഗ്രി, ഒരു മെഡിക്കൽ MBBS മിനിമം ഉള്ള ഒരാൾക്ക് മാത്രമേ നമ്മൾ തലയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ഒരു PRP പോലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണ് അവരൊക്കെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യണം നിങ്ങൾ. അല്ലാതെ ഞാനിപ്പോൾ യൂട്യൂബ് വഴി എനിക്കിപ്പോൾ 72,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങൾ വരുമ്പോൾ എന്നെപ്പറ്റി ചെക്ക് ചെയ്യണം, എൻ്റെ പേഷ്യൻസിനോട് ചോദിക്കണം, എല്ലാം ചോദിച്ചിട്ട് വേണം വരാൻ. അതായത് അങ്ങനെ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആ ഡോക്ടറെ ചുറ്റും ഒരു ചുവന്ന വട്ടം വരയ്ക്കണം. അത് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തിട്ട് വേണം അങ്ങനെ പോകാൻ. അല്ലാതെ എല്ലാ ഡോക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ ക്ലിനിക്കുകളും ഇങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ വേണ്ട. എല്ലാ ട്രാൻസ്പ്ലാന്റേഷനും ഇങ്ങനെയാണെന്നും വിചാരിക്കേണ്ട, അങ്ങനെയൊന്നുമില്ല. ഓക്കെ.